ഹായ് ഫ്രണ്ട്സ്, വന്ദനയാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ പുല്ലൊക്കെ ചെത്തുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. ഇവിടെയൊന്നും പൈപ്പ് കയറിയിട്ടില്ല, പക്ഷേ അച്ഛൻ അവിടെ ഇരുന്ന് പൈപ്പ് കയറുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടെ കാണാം. ാണ് അച്ഛൻ പൈപ്പ് കയറിയത്. നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് തൊട്ടിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ മൊബൈൽ തൂക്കിയിട്ട് കണ്ട. ഇത് അച്ഛൻ്റെ മൊബൈലാണ്. മഴ കൊള്ളാണ്ടിരിക്കാനും പണിയെടുക്കുന്നത് എൻ്റെ അടുത്ത് വെച്ചതാണ്. പെട്ടെന്ന് ആരെയും വിളിച്ചാൽ എടുക്കാനും. അപ്പം നമ്മളെ മെയിൻ വഴിയാണിത് കേട്ടോ. നമ്മൾ ആ വീടിൻ്റെ അതിൽ അങ്ങനെ കുറുക്കിനെ അങ്ങ് ചാടലായിരുന്നു. പക്ഷേ ഇതിപ്പം നമ്മളെ മെയിൻ വഴിയാണിത്. അപ്പോൾ റോഡും വന്ന് നമ്മൾ വരിക എങ്ങനെയാണ്. ഇതിൻ്റെ കാല് വള്ളിയുമ്മ കുടുങ്ങി. ഷോ. അപ്പോൾ നമ്മൾ റോഡും വന്ന് നേരെ തിരിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മളെ പൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഇവിടെയാണ് കണക്ഷൻ കേട്ടോ. വീടിൻ്റെ ഇവിടെയാണ് കണക്ഷൻ ഉള്ളത്. അവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുത്തിട്ട് പോകുന്നത്. ഇവിടെയാണ് തുടക്കം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് കയറാനുണ്ട്. താഴോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും. ഇവിടുന്ന് നേരെ വന്നിട്ട് നമ്മളിങ്ങനെ പോകും. അങ്ങനെ പോയി നേരെ നമ്മളിതാ അച്ഛൻ്റെ അടുത്തെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നമ്മളെ മുറ്റത്തേക്ക് കയറാനുള്ളത്. അപ്പം അച്ഛനവിടെ ഒരു വലിയൊരു വേരുണ്ട്. ആ വേര് വെട്ടി മുറിക്കുക, എന്നാലേ അവിടെ കയറാൻ പറ്റുള്ളൂ. അച്ഛൻ ഒറ്റയ്ക്കാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എനിക്കാണെങ്കിൽ കീറാനും അറിഞ്ഞൂടാ. ഞാൻ കീറി കൊടുക്കേനും. വലിയ കുറ്റിയല്ലേ അച്ഛാ? വലിയ കുറ്റിയൊന്നുമല്ല, അത്യാവശ്യം വലിയ കുറ്റി. അച്ഛൻ്റെ ചെരുപ്പൊക്കെ കണ്ടോ? അച്ഛന് വയ്യാണ്ടായി, ക്ഷീണം വന്നിട്ടില്ലേ അച്ഛാ? വീണ് ഞാൻ ഇവിടെ വീണു. വഴിക്കലിച്ചു വീണതാ. വീണേമാട് അച്ഛനിതാ ലോകച്ചിരി. അച്ഛന് ചിരിക്കുന്ന കണക്കാ. എൻ്റെ കയ്യിലെ എവിടെയൊക്കെ ആ കുത്തിപ്പോയിട്ട് ചളിയായിട്ട് വേദനയെടുക്കുന്നു. നമ്മളതിലങ്ങനെ വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കഥയും പറഞ്ഞ് ബൂം തന്നെ വഴിക്കഴിച്ചത് അവിടെ വീടിച്ചത് അവിടെ ഇരിപ്പാണ്. മൊത്തം ഇരുട്ടാണ്, അതിനകത്ത് ഇരിപ്പാണ്. അയ്യോ അയ്യോ, അച്ഛനെ കൊണ്ട് നല്ലത് പറഞ്ഞതായിരുന്നു. അച്ഛനല്ല പക്കാ ക്ഷീണം വന്നത്. അച്ഛന് ഫുൾ പവറായിട്ട് നിൽക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു. ഞാൻ ഈ ജൂലൈ മാസത്തിൽ ഇതെൻ്റെ 3ാമത്തെ വീഴ്ചയാണ് വഴിക്കലിച്ച്. അയ്യോ, അമ്മ കാണണ്ട, ഇപ്പം തുടങ്ങും. അമ്മ വഴക്ക് പറയാൻ തുടങ്ങിയാൽ നിർത്തില്ല. ഇപ്പം തുടങ്ങും. അങ്ങനെ വഴികളെല്ലാം കണ്ടല്ലോ. ഇനി ഇതിന് ബാക്കി നമുക്ക് ഇനി അച്ഛൻ താഴോട്ട് കയറിയിട്ട് കാണാം. അയ്യോ, ഇവിടെ ഇങ്ങനെ ചെരുപ്പ് വഴിക്കലിച്ചാണ് വീണത്. അപ്പം നമുക്കിനി ഇവിടെ നിൽക്കണ്ട,
നമ്മൾക്ക് പോവുക ഗൈസ്. അപ്പോൾ വേര് അച്ഛൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വീണി വീഴാൻ വയ്യ. ഇപ്പോൾ ഈ മാസം തന്നെ 3 തവണ വഴുക്കലിച്ച് അടാറ് വീഴ്ച വീണു. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി അച്ഛൻ ഇത് ഫുള്ള് ഈ ഭാഗത്തൊക്കെ കീറിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരാം. അയ്യോ, അച്ഛൻ എന്തായാലും ചിരിക്കാനുള്ള കുറച്ച് വകുപ്പായി. പിന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. വെയിലൊക്കെ ഉണ്ട്. ഈ മഴ എപ്പോഴാണ് പെയ്യാന്നൊന്നും അറിയില്ല. പെയ്യാണ്ടിരിക്കട്ടെ. എൻ്റെ കയ്യിൻ്റെ ഇവിടെ മടങ്ങിയിട്ട് വേദന എടുക്കുന്നത്. ചളിയായ കണ്ടോ വീണിട്ട്. വീഴ്ച എനിക്കൊരു പുത്തരിയല്ല, എന്നാലും ഞാൻ വീണു. ഓരോ വീഴ്ചയും ഓരോ ജീവിത പാഠങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ പറമ്പിൽ പൈപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഏട്ടൻ പോയിട്ട് പൈപ്പൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. പൈപ്പിൽ കണക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. തുറന്നിട്ട് ഇതൊരു അൺബോക്സിങ് ആക്കിയിട്ട് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ്. ഇതൊരു ടാപ്പ്, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്ന് പേരൊന്നും എനിക്കറിയില്ല. വാഷ് ബേസിനും വെക്കുന്നുണ്ട്. അപ്പം ഇത് വാഷ് ബേസിൻ വെക്കാനുള്ള അതിൻ്റെ സാധനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു റൂം ടൂർ ചെയ്യണം കേട്ടോ. അടുക്കളേൻ്റെ ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടെ പറയാൻ. പിന്നെ ടോർച്ച് അതിലുള്ളതല്ല കേട്ടോ. അതിൻ്റെ അച്ഛൻ്റെ പണി ടോർച്ച് എടുത്ത് അതിൽ വെച്ചത്. നല്ലൊരു വാഷ് ബേസിനാണ്, സ്റ്റീലിൻ്റെ. അപ്പം നമ്മൾ നരിക്കുനിക്ക് പോവുകയാണ്. നരിക്കുനി പോയിട്ട് കുറച്ച് ചെറിയ വിശേഷങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ വഴുക്കൽച്ചൊക്കെ വീണില്ലേ, അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതാ നരിക്കുനി പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഫേമസ് ബേക്കറിയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. ഇതെന്താണെന്ന് വെച്ചാൽ ഹലുവ ചിപ്സ് ആണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു സുറത്താത്ത ഉണ്ട്. അവർ നാളെ ഉംറയ്ക്ക് പോവുകയാണ്. അപ്പം അവരെ വീട്ടിൽ വിരുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മേടിച്ചത്. അവർ പോകുന്നതിനെ നമ്മളെ ഒരു സമ്മാനമായിട്ട് കൊടുക്കാനേ. അപ്പം നമ്മളിപ്പോൾ റോഡുമ്മേലാണുള്ളത്. വീട്ടിലെത്തിയിട്ട് നമുക്ക് അവിടെ പോവാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സുറത്താത്ത വീഡിയോയിൽ വരുമോയെന്ന് അറിയില്ല. വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. സുറത്താത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു ചക്ക ഇത് മഞ്ഞൾ തേച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം. എനിക്ക് അറിയില്ല, ഞാൻ എന്തായാലും വർക്ക് ചെയ്യില്ല. റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് ചക്കൻ്റെ ഇതാണ് സുറത്താത്തൻ്റെ വീട് കേട്ടോ. നമ്മളിപ്പം കിച്ചണിലാണുള്ളത്. ചക്ക എടുത്ത് നമുക്ക് കഴിക്കും. അപ്പോൾ ചക്ക വഴിന്ന് വന്നിട്ടുണ്ട്. ഇത് ഓയിലാ ഉണ്ടായി കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് അടുപ്പത്ത് വൃത്തിയാക്കി. ഇവിടുന്ന് ചെമ്മീൻ നന്നാക്കാണ്. എങ്ങനെ കയ്യാണ് എടുക്കുന്നത്? താത്ത ഇവിടെ ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാള് ചക്ക വറക്കുന്നുണ്ട്. പിന്നെ മറ്റേ രണ്ട് സുഹൃത്താത്ത പൊളിച്ചാഞ്ഞ് താത്ത ഞങ്ങൾക്ക് ചായ പറഞ്ഞു തന്നെന്ന് ഓള് പറയാൻ വന്ന് ഓടി. ചായ പൂരം വറുത്തതില്ലേ, ഞാൻ നേരത്തെ പീടിയെ കയറിയില്ല ഇനി അത് വാങ്ങാൻ. അപ്പം ഞാൻ പൂരം വറുത്തത് വാങ്ങണം വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരം വറുത്തത്. കൂട്ടല്ലേ ഉറുമ്പ് കയറി. ഇതിൻ്റെ പേരെന്താ? കഴിക്കാൻ പറ്റുന്നതാണോ? ചോദിച്ചു നോക്കിയാ വേറെ ഉണ്ട്. ഇതാ അപ്പൊ സുഹൃത്തായിട്ട് എന്താ
ഇത് പ്ലംബർ ആണില്ലേ? എനിക്കൊന്ന് തരുമോ? ഞാൻ രാവിലെ തന്നെ ഇവിടെ വീണ് സ്റ്റാറ്റസ് ഇട്ടില്ലേ? അപ്പൊ നമ്മൾ സൂറത്താത്തന്റെ വീട്ടിൽ നിന്ന് പോയി വരികട്ടോ. പ്ലീസ് ഞാൻ ഒഴിവാക്കിക്കോളാം കേട്ടോ. സത്യം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിലീറ്റ് ആക്കിക്കോളാം, കട്ട് ചെയ്തോളാം. ഞാൻ അയച്ചോണ്ട. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞത് പിറ്റേ ദിവസം കേട്ടോ. അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്ങളെയും കൂടി വന്ന് അവനെ എൻ്റെ പനിയെ എടുത്തിട്ടിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാല് കീറുകയാണ്. നമ്മൾ അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടായി ഇവിടെ അല്ല, ചേട്ടായി പണിക്ക് പോയതാണ് കോയമ്പത്തൂർ, അറിയാമല്ലോ. അത് ചേട്ടായിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാത്തത്. ഇന്നാണ് ഞങ്ങളുടെ സൂറത്താത്ത മുംബ്രയ്ക്ക് പോകുന്നത്. നമ്മളിപ്പോൾ സൂറത്താത്തൻ്റെ വീട്ടിലുള്ളത്. ഫുഡ് കഴിക്കണം, ഗീ റൈസും ചിക്കനും. അത് കഴിഞ്ഞിട്ട് അവരിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ വണ്ടിയിലാണ് അവർ പോകുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉംറയ്ക്ക് പോകുന്നതിനൊക്കെ പങ്കെടുക്കുന്നത് കേട്ടോ. എനിക്കിതുവരെ അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ലല്ലോ. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്കത് പറ്റില്ലല്ലോ, അതുകൊണ്ട് പോകുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സുറത്താത്ത നല്ലോണം പോയിട്ട് വരട്ടെ, എല്ലാ വിധ ആശംസകളും. അവർ പോരെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വന്നത്. അച്ഛനും ഞങ്ങളെയും കൂടി അവിടെ പൈപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ പൈപ്പ് ഇട്ടത് ഇത്ര എത്തിക്കുന്നത്. അച്ഛനിതാ ഇവിടെ എത്തി. നമ്മളേറെ ചിരിയും മണ്ണ് കീറലൊക്കെ കഴിഞ്ഞ് പൈപ്പ് ഇടുന്ന പണിയിലാണ് അച്ഛൻ. നീലും അത് ഏന്തി നോക്കുന്നു. നല്ല കാലാവസ്ഥയാട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. 1 മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. സൂറത്താത്ത പോയൊക്കെ വന്നതാണ്. കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇക്കായി എനിക്ക് ക്യാഷ് പ്രൈസ് തന്നതാ. എത്ര? 450 രൂപ. പ്ലംബർ ഇതാ മുടിയൊക്കെ വർണ്ണിച്ച് വന്നിരിക്കുന്ന സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പാച്ചുവിൻ്റെ അച്ഛൻ കേട്ടോ. പാച്ചുവിൻ്റെ നീലുവിൻ്റെ അച്ഛൻ. നീലു അച്ഛാ വിളിക്ക്. ഓ അങ്ങനെ. എന്താ പറയാ, ആസ്ഥാന പ്രൊഫഷണൽ പണിക്കാരനാണ്. ചെരുപ്പൊക്കെ കണ്ടോ, എന്താ ഗള്ളിവറ ബൂട്ടൊക്കെ ഇട്ടിച്ച്. വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.